പിന്നെ കിഷ്കിന്ധാകാന്ഡത്തിനുള്ള ഒരു ഭാഗമാണിത്. പിന്നെ സ്വയം പ്രഭാസ്തുതിയാണ് വായിക്കുന്നത്. യോഗിനി രാമ 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 രാമ. യോഗിനിയും ഗൃഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്യാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുക്ത സംയുതനത്വാ മുഹുസ്തുത്വാ ബഹുവിധം ആസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനാൻ ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്വൈവ നൂനം ഫലിതം രഘുപതേ ആദ്യനായോരു ഭവന്തം നമസ്വാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വവി ആദ്യാന്തഹീനം പരം മായാ യവനിക ചന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യാമരൗഘമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തെന്നറിയുന്നതും സച്ചീമയം തവ തത്വം ജഗത്രയേ കച്ചിത് പുരുഷനറിയും സുഹൃദിനാം രൂപം തവേദം തഥാ പാതുവാനസേ താപസാന്താ സ്ഥിതം താപസയാവഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം കേവലം ഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതികളുണ്ടത്രയും ദർപ്പിതരായുള്ള മാനുഷർ. രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിർവൃത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ അയതേ നമഃ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ രാമായതേ നമഃ വേദാത്മകം കാമരൂപീണ മിശാനമാദിമധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ ആർക്കറിഞ്ഞിടാവൂ വിടംബനം ദേവാദേ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ദേവതിര്യങ്ങു മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാ പ്രിയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭൂവി കോസല ഭൂപതി
തന്നെ ഘോരതപോ ബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാന പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്ക് എന്നിതു ചിലർ. സൃഷ്ടാഭൂതാനപേക്ഷിക്കയാൽ വന്യക ദുഷ്ടനിശാചര വംശം ഒടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം. വൃത്തിയിലെന്നു ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു. ഭൂഭാരനാശത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ അൻപൊടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു. ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ തൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി. നൂനം ഭവാർണവത്തെ കടന്നിടുമ്പോൻ കാണാം അവനു നിൻ പാദപങ്കേരുഹം. തന്മഹാമായ ഗുണബദ്ധനാകയാൽ ചിന്മയ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണമറിഞ്ഞിടുന്ന എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കവികുലസേവിതമഗ്രേവ വന്ദം നമസ്വാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ. രാമചന്ദ്രായ നമസ്തേ നമോ നമോ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൻ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുൾ ചെയ്തു. സന്തുഷ്ടനായ ആയേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മനസ്സേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൻ. ഇന്നു വന്നു മമ കാംക്ഷിതമക്കവേ അത്രക്കു പ്രാപ്തി വസിക്കലും ത്വൽപാദ ഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദ ഭക്തി വൃത്തേഷു സംഘം പുനരുൾ പൂവിലെപ്പോഴുമുണ്ടാകയും വേണം. പ്രാകൃതമാം ജനങ്ങളിൽ സംഗമമേകഥ സംഭവിച്ചിടായ മാനസേ. രമാതേ ജപിക്കയായി വരേണമേ. രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാഭിതം അന്വിതം രാഘവം. പീതവസ്ത്രം ചാപബാണാസ അനന്തരം ചാരുമകുട കകടകടി സൂത്ര ഹാരമക രമണീമയ കുണ്ടല നൂപുര ഹേമാം ഗദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ. പറ്റായിക ദുസ്സംഗമമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്ത് മുക്ത്യാ കളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മിനി കേവല തീരും ജനന മരണ ദുഃഖങ്ങളും. ഇത്രയേ ഉള്ളൂ. ആ ബാക്കി നാളെ വായിക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. രാമ രാമ.